നമസ്കാരം. ലോകമെമ്പാടും ഓഹരി വിപണിയിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടും പകരച്ചുങ്കത്തിലെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും ഹൂതികളുടെ മുൻപിൽ തോറ്റുപോവുകയാണ് എന്ന് പറഞ്ഞാലാണ് അതിശയം എന്ന് പറയുന്നു. അത്രമേൽ സഹിച്ചും ഇനി പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് ട്രംപ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ട്രംപ് എന്തൊക്കെ ചെയ്താലും ഒന്നും നിർത്താൻ ഉദ്ദേശമില്ല എന്ന നിലപാടിന് നിൽക്കുകയാണ് ഇപ്പോൾ ഹൂതികളും. യമനിലെ ഹൂതികളെ ലക്ഷ്യമിട്ട് അമേരിക്ക വ്യോമാക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്ക വ്യോമസേന ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അതിശക്തമായ ശക്തി പ്രയോഗിക്കുമെന്ന് മുൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കുന്നത് പോലെ അഹങ്കാരം പറയുകയും അതുപോലെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 3 ആഴ്ചയ്ക്കുള്ളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഹൂതികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഏകദേശം $1 ബില്യൺ ചിലവാകുമെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. യമനിലെ ഹൂതി വിമതർക്ക് മേൽ വ്യോമാക്രമണം നടത്തുന്നതിന്റെ വീഡിയോ പുറത്തുവിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്. സൈനിക ഡ്രോൺ വഴി എടുത്ത ദൃശ്യങ്ങളാണ് ട്രംപ് പുറത്തുവിട്ടത്. US നടത്തിയ ആക്രമണത്തിൽ 12-ലേറെ ഹൂതി വിമതർ കൊല്ലപ്പെട്ടിരുന്നു. തുറസായ സ്ഥലത്ത് ദീർഘവൃത്താകൃതിയിൽ നിന്നവർക്ക് മേൽ ബോംബാക്രമണം തന്നെ നടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പൊടുന്നനെ വൻതോതിൽ പുകയും പൊടിപടലങ്ങളും പ്രദേശത്ത് നിറയുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. US-നെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ ഹൂതികൾ. കഷ്ടമായി പോയി, ഇവർക്ക് ഇനി ആക്രമണം തടയാൻ കഴിയില്ല എന്നും പറയുന്നു. ഇവർ ഇനി ഒരിക്കലും നമ്മുടെ കപ്പലുകളെ മുക്കുകയുമില്ല എന്നായിരുന്നു ട്രംപ് കുറിച്ചത്. അടുത്തിടെയായി യമനിൽ US നടത്തുന്ന വ്യോമാക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും രാജ്യാന്തര സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെങ്കടലിൽ US കപ്പലുകൾക്കെതിരെ വിമതർ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണ് വ്യോമാക്രമണമെന്നാണ് US-ന്റെ വിശദീകരണവും. ബുധനാഴ്ച യമനിൽ തന്നെ ഹൂതി വിമതർക്കെതിരെ US നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിൽ കൂടി പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. കപ്പലുകൾ ആക്രമിച്ച് കടലിൽ മുക്കിക്കളയുകയായിരുന്നു ഹൂതികൾ ചെയ്തത്. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിൽ ഇതുവരെ 67 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹൂതി വിമതരുടെ കണക്കിൽ പറയുന്നത്. അതേസമയം ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാന്റെ ശക്തി ക്ഷയിപ്പിക്കുമെന്നാണ് US വിലയിരുത്തുന്നത്. ഇറാനാണ് ഹൂതികൾക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകുന്നതെന്നും വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യോമാക്രമണ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും വിസമ്മതിച്ച് ഇതിനേക്കാൾ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിക്കുകയും ചെയ്തു. അമേരിക്ക ഇതിനായി വൻ തുകകൾ ചെലവഴിച്ചിട്ടും ഹൂതികൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ വേണ്ടത്ര ഫലം കാണുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇതോടെ അമേരിക്കൻ തന്ത്രത്തിൽ പാളിച്ചകളെല്ലാം വീഴ്ചകളെയും ചൂണ്ടിക്കാണിച്ച് വിവിധ തലങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞുവെന്ന് പറയാം.